നമസ്കാരം. അയോധ്യ പ്രാണപ്രതിഷ്ഠയോട് അനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും കൃത്യമായ സ്വാഗതം. ജനുവരി 22 ഭാരതത്തിന് ഒരു ചരിത്ര നിമിഷമാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അയോധ്യ എന്നത് ഒരു വികാരമാണ്. അയോധ്യയിൽ ജനുവരി 22 പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ നാം ഇന്ന് ഈ പ്രത്യേക പരിപാടിയിൽ സംസാരിക്കുന്നതും അയോധ്യ പ്രാണപ്രതിഷ്ഠയോട് അനുബന്ധിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥികളായി എത്തിച്ചേർന്നിട്ടുള്ളത് ഡോക്ടർ സുഗീത, അന്തർദേശീയ ശ്രീനാരായണ ഗുരു പഠനകേന്ദ്രം മുൻ ഡയറക്ടർ, ഡോക്ടർ ടി പി ശങ്കരൻകുട്ടി നായർ, മുൻ മേധാവി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിസ്റ്ററി, യൂണിവേഴ്സിറ്റി കോളേജ് ട്രിവാൻഡ്രം, ശ്രീ ജയരാജ് കൈമൾ, BJP. സ്വാഗതം ചെയ്യുന്നു മൂവരെയും ഈ പ്രത്യേക പരിപാടിയിലേക്ക്. ആദ്യം ശ്രീ ഡോക്ടർ ടി പി ശങ്കരൻകുട്ടി നായർ സാറിനോട് ചോദിച്ചുകൊണ്ട് ആരംഭിക്കാം. സർ, ജനുവരി 22 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നിമിഷമാണ്. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തുകയാണ്. ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സാറ് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം എന്നുകൊണ്ട് പറയാം സാർ. 2024 ജനുവരി 22 ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം മറക്കാവാനാത്ത ഒരു ദിവസമായി മാറിയിരിക്കുകയാണ്. രാമജന്മഭൂമി തർക്കം ഒരു 500 വർഷത്തെ മാത്രമേ ഉള്ളൂ എങ്കിലും അതിനു മുമ്പ് തന്നെ അയോധ്യ ചരിത്രത്തിൽ ഇടം പിടിച്ചിരുന്നു. ബുദ്ധമതാനുയായികളുടെയും ജൈന തീർത്ഥങ്കരന്മാരുടെയും ഒക്കെ തീർത്ഥാടന കേന്ദ്രമായിരുന്നു അയോധ്യ. പുരാവസ്തുപരമായ ഗവേഷണങ്ങളിൽ ഇടപെട്ടിട്ടുള്ളവർക്കറിയാം, അയോധ്യയുടെ പഴയ പേര് സാകേതം എന്നായിരുന്നു. ഈ സാകേതത്തിൽ ആണ് വിക്രമാദിത്യൻ ആദ്യകാലത്ത് ഭരണഭാരം നിർവഹിച്ചിരുന്നത്. വിക്രമാദിത്യൻ്റെ പഴയ പേര് സ്കന്ദഗുപ്തൻ എന്നാണ്. അദ്ദേഹം ഗുപ്തരാജാവായിരുന്നു. 5-ാം നൂറ്റാണ്ട് AD ഗുപ്തനായ ഈ സ്കന്ദഗുപ്തൻ സാകേതത്തെ അയോധ്യയാക്കി തൻ്റെ തലസ്ഥാനമാക്കി വളർത്തിയത്. അന്ന് മുതലാണ് അയോധ്യയ്ക്ക് പ്രാധാന്യം കിട്ടിയത്. പക്ഷേ അതിനു മുമ്പുള്ള പുരാണ ഇതിഹാസങ്ങളിലൊക്കെ അയോധ്യയെപ്പറ്റി നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ചരിത്രദൃഷ്ട്യാ നോക്കുമ്പോൾ അയോധ്യ എന്ന സാകേതം പ്രചാരത്തിലെത്തിയത് ഗുപ്തരാജാവിൻ്റെ കാലഘട്ടത്തിലാണ്. അതിനെ തുടർന്നും ഇത് നിലനിന്നിരുന്നു. ഇസ്ലാമിക് ഇൻവേഷൻ വന്ന് വെറും 711 മുതൽ ഒരുപക്ഷെ ബാബറി മസ്ജിദ് കാലഘട്ടം വരെയുള്ള സമയത്ത് അയോധ്യ അതിൻ്റെ പ്രാധാന്യം നിലനിർത്തി പോന്നു. പുരാവസ്തുപരമായി പറയുമ്പോൾ ബാബർ നാമയുടെ അടിസ്ഥാനത്തിൽ വേണം നമുക്ക് സംസാരിക്കാൻ. ബാബർ നാമ ഇംഗ്ലീഷിലേക്ക് ആദ്യമായി പരിഭാഷപ്പെടുത്തിയത് ഒരു പ്രശസ്ത ട്രാൻസ്ലേറ്ററായ മിസ്സിസ് ബെവറഡ്ജാണ്. ബിവറഡ്ജാണ് ഈ പരിഭാഷയുടെ അടിസ്ഥാനത്തിൽ സാകേതമെന്ന അയോധ്യയിൽ മുസ്ലിം പള്ളി ഉണ്ടായിരുന്നുവെന്നും ആ സ്ഥാനത്താണ് ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും ആ സ്ഥാനത്താണ് മുസ്ലിം പള്ളി പണിതതെന്നും വ്യക്തമാക്കുകയുണ്ടായി. ബിവറഡ്ജിൻ്റെ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാവണം പിൽക്കാലത്ത് KK മുഹമ്മദും BB ലാലും ഒക്കെ ഇതിൻ്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞത്. ഈ ബിവറഡ്ജിൻ്റെ പരിഭാഷ തന്നെയാണ് സുപ്രീം കോടതിയിലും പ്രധാന തെളിവായി വന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ 1530കളിൽ തുടങ്ങിയ ഈ തർക്കപ്രദേശത്തിന് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് വരുന്നത് വരെ ആകെ കോലാഹലമായിട്ടാണ് അനുഭവപ്പെട്ടത്. ഏതായാലും ഇപ്പോഴെങ്കിലും രാമജന്മഭൂമി രാമന് സ്ഥിരവാസത്തിനായി
തിരികെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഭാരതീയർക്കാകെ അഭിമാനം നൽകുന്ന മുഹൂർത്തമാണ്. കാരണം ഇന്ത്യയുടെ ഒരു ദേവന് ഇന്ത്യയിൽ ആസ്ഥാനമില്ല എന്ന് പറഞ്ഞാൽ അതിനപ്പുറം പരിതാപകരമായ ഒരവസ്ഥ എവിടെയാണ് കാണാൻ പറ്റുന്നത്? ഡോക്ടർ സുഗീത മാഡത്തിനോട് ചോദിക്കുകയാണ്. മാഡം അന്തർദേശീയ ശ്രീനാരായണ ഗുരു പഠന കേന്ദ്രം മുൻ ഡയറക്ടറാണ്. ഗുരുദേവൻ മുന്നോട്ട് വയ്ക്കുന്ന ദർശനങ്ങളെയും ഈ പ്രാണപ്രതിഷ്ഠയെയും എത്തരത്തിലാണ് മാഡം നോക്കിക്കാണുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാം. ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ഇവിടെ ശങ്കരൻകുട്ടി സാറ് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഗുരുവിൻ്റെ ദർശനവുമായി ബന്ധപ്പെടുത്തി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ, ഗുരു ഒരിക്കൽ പറയുകയുണ്ടായി, ശ്രീരാമനും ശ്രീകൃഷ്ണനും മഹാദേവനുമൊക്കെ ഒരു കാലത്ത് ഏറ്റവും വലിയ ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി ശ്രമിച്ച നേതാക്കന്മാരായിരിക്കാം എന്ന് ഗുരു ഒരിക്കൽ പറയുകയുണ്ടായി. പക്ഷേ ആ അർത്ഥത്തിൽ നോക്കിയാലും ഇവരെല്ലാം തന്നെ ജനങ്ങളുടെ ആരാധ്യ പുരുഷന്മാരായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ശ്രീരാമൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാലും അദ്ദേഹം ജനക്ഷേമത്തിനു വേണ്ടി ഭരിച്ച ഒരു രാജാവായിരുന്നു. എക്കാലവും ധർമ്മത്തെ മുറുകെ പിടിച്ച് തന്നെയാണ് അദ്ദേഹം ഭരണം നടത്തിയത്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെ കാര്യമെടുത്താലും ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിലേക്ക് വേണ്ടി അവതാരമെടുത്ത ആൾ തന്നെയാണ് ശ്രീകൃഷ്ണനും. അതുപോലെ തന്നെ മഹാദേവൻ്റെ കാര്യമെടുത്താലും നമ്മൾക്ക് അങ്ങനെ തന്നെ കാണാൻ കഴിയും. അപ്പോൾ ചരിത്രപരമായിട്ട് നോക്കിയാലും എക്കാലത്തും ജനങ്ങൾ ആരാധിച്ചിരുന്നവർ തന്നെയാണ് ഇവർ 3 പേരും. പിന്നീട് അവർ ഒരു ദൈവികമായ പരിവേഷത്തിലേക്ക് മാറിയതായിരിക്കാം എന്ന് ഒരു ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ അയോധ്യയുടെ രാമക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം അല്ലെങ്കിൽ രാമൻ്റെ പ്രതിഷ്ഠയുടെ സംസ്ഥാപനം ഓരോ ഭാരതീയർക്കും അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ജയരാജ് കൈമൾ സാറിനോട് ചോദിക്കുകയാണ്. ഈ ജനുവരി 22 ചരിത്രപരമായ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഒരു ദിനമാണ്. ഈ പ്രാണപ്രതിഷ്ഠാ ദിനത്തെ അങ്ങ് എത്തരത്തിലാണ് നോക്കിക്കാണുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാം. നോക്കൂ, ആദ്യമായി തന്നെ ഇവിടെ സംസാരിച്ച ശ്രീ ശങ്കരൻകുട്ടി നായർ സാറും അതുപോലെ തന്നെ ടീച്ചറും പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. നോക്കൂ, രാജ്യം അതിൻ്റെ സ്വത്വം വീണ്ടെടുക്കുന്ന ഒരു ദിനമാണ്, ഈ പറഞ്ഞ പോലെ ഒരു ചരിത്ര മുഹൂർത്തമാണ് ജനുവരി 22 എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അയോധ്യയിൽ ഏകദേശം 500 വർഷത്തിന് ശേഷം ശ്രീരാമൻ തിരിച്ചെത്തുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ അവിടെ നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സ്വത്വം, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്വം തിരിച്ചു കിട്ടുന്നു, അല്ലെങ്കിൽ അത് തിരിച്ചു പിടിച്ച ഒരു ജനതയായി നമുക്ക് മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആദ്യമായി ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നമുക്കതൊരു മുൻകാലങ്ങളിൽ രാജ്യം ഭരിച്ച രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ്, അതുപോലെ തന്നെ മറ്റ് സോഷ്യലിസ്റ്റുകളും ഈ രാജ്യത്തോടും അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനതയോടും ചെയ്ത ഏറ്റവും വലിയ പാതകങ്ങളിലൊന്ന് എന്ന് പറയുന്നത് അവരെ അവരുടെ സ്വത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അവൻ്റെ അവകാശങ്ങളെ, അവൻ്റെ ആരാധനാമൂർത്തിയെ, അവൻ പ്രതിദാനം ചെയ്യുന്ന വിശ്വാസത്തെ ഒക്കെ പരിഹസിക്കുകയും അല്ലെങ്കിൽ അതിനെ ഒരു എന്താ പറയുക സൈഡിലേക്ക് പുറങ്കാല് കൊണ്ട് തൊഴിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ ഇന്ത്യയിലെ കോടാനുകൂടി ഭക്തരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓരോ ഭാരതീയനെയും സംബന്ധിച്ച് ശ്രീരാമൻ എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയുടെയോ വിഭാഗത്തിൻ്റെയോ മാത്രം ഒരു എന്താ പറയുക ആരാധനാമൂർത്തിയായോ നേതാവായോ ഒന്നുമല്ല കാണുന്നത്. ഭാരതത്തിനകത്തും ഭാരതത്തിന് പുറത്തും നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തായ്ലൻഡ് ആയിക്കോട്ടെ, കംബോഡിയ ആയിക്കോട്ടെ, ഫിലിപ്പീൻസ് ആയിക്കോട്ടെ, മലേഷ്യ ആയിക്കോട്ടെ, എന്തിനെ ഏറെ പറയുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം ജനത അധിവസിക്കുന്ന ഇന്തോനേഷ്യ ആയിക്കോട്ടെ, ഈ രാജ്യങ്ങളിലെല്ലാം ശ്രീരാമനെ പിന്തുടരുന്ന അല്ലെങ്കിൽ ശ്രീരാമൻ്റെ ആശയങ്ങൾ പിന്തുടരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ദൈവമായിട്ടോ അല്ലെങ്കിൽ ഒരു ലീഡറായിട്ടോ കാണുന്ന രീതിയിൽ ഉള്ള ജനങ്ങളുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ അദ്ദേഹം ജനിച്ച ആ സ്ഥലത്ത് അദ്ദേഹത്തിന് ഒരു ക്ഷേത്രമില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഷ്ഠയില്ലാത്ത ഒരു അവസ്ഥ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ഇന്ന്
ഈ പറയുന്നത് പോലെ ജാനുവരി 22-ന് 2024 ശ്രീരാമൻ്റെ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ അയോധ്യയിൽ നടക്കുകയാണ്. സ്വാഭാവികമായി ഏതൊരു ഭാരതീയനെ സംബന്ധിച്ചും വളരെ അഭിമാനത്തിൻ്റെ ഒരു മുഹൂർത്തമാണ് അത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. മറ്റൊന്ന്, ഈ വിഷയത്തിൽ നമ്മൾ പ്രത്യേകമായി കാണേണ്ടത് ഇതിനൊരു വലിയ പോരാട്ടത്തിൻ്റെ ചരിത്രമുണ്ട്. നമ്മൾ പലപ്പോഴും ഇടത് ചരിത്രകാരന്മാരും അതുപോലെ തന്നെ കോൺഗ്രസും പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചത് ഇത് കേവലം സ്വാതന്ത്ര്യത്തിന് ശേഷം ഉയർന്നു വന്ന 1949 ഉയർന്നു വന്ന ഒരു വിഷയമാണ് എന്നുള്ള രീതിയിൽ ഒന്നുമല്ല. ഇതിൻ്റെ ഒരു ലീഗൽ ഫൈറ്റ് തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ഏകദേശം 1853 മുതൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനു മുന്നേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 500 വർഷത്തെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഒരു ഫൈറ്റ് സാർ നേരത്തെ പറഞ്ഞതുപോലെ അയോധ്യയുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനോട് പൂർണ്ണമായി നിഷേധാത്മകമായ ഒരു നിലപാടാണ് രാജ്യം ഭരിച്ച കോൺഗ്രസും നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും അതിന് തുടർന്നുണ്ടായ ഇന്ത്യയിലെ മറ്റ് പ്രധാനമന്ത്രിമാരായിക്കോട്ടെ, രാജീവ് ഗാന്ധി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നീട് വന്ന ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ, നരസിംഹറാവു ആയിക്കോട്ടെ, അവരെല്ലാവരും വളരെ നിഷേധാത്മകമായ ഒരു സമീപനമാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. നോക്കൂ, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയ വിഷയമേ അല്ലായിരുന്നു. തുടക്കകാലം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞത് രാമൻ എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ അഭിമാനമാണ്, ഈ രാജ്യത്തിൻ്റെ ഒരു അഭിമാന സ്തംഭമാണ്. അദ്ദേഹം ഒരു മര്യാദാ പുരുഷോത്തമനായി ലോകമെമ്പാടും അംഗീകരിക്കുന്നതാണ്. ആ രാമനെയാണ് ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന് ഒരു വസിക്കാൻ ഒരു സ്ഥലം, അദ്ദേഹത്തിന് ജനിച്ച സ്ഥലത്ത് ഒരു അമ്പലം പണിയുക എന്നുള്ളത് മാത്രമായിരുന്നു ആ വിഷയത്തിൽ ഞങ്ങളെടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി എടുത്ത നയം എന്നുള്ളത്. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ വിഭജനത്തിൻ്റെ ഒരു രാഷ്ട്രീയമാണ് തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രത്യേകിച്ച് ഈ പറയുന്ന നെഹ്റു കുടുംബവും കൈക്കൊണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തരാതരം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തല്ലിക്കാനായി വളരെ ബോധപൂർവമായിട്ടുള്ള നയങ്ങൾ അവർ ഈ കാലഘട്ടത്തിൽ കൈക്കൊണ്ടതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1985 ഷാബാനു കേസ്, ഏപ്രിൽ 23 ഷാബാനു കേസിൻ്റെ വിധിയെ തുടർന്നാണ് എന്ത് സംഭവിക്കുന്നത്, ഈ പറയുന്ന രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആ വിധിയെ മറികടക്കാനായി മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഓൺ ഡൈവേഴ്സ് ആക്ട് 1986 അത് പാസ്സാക്കുന്നു. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രമല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രമല്ല, തൻ്റെ മന്ത്രിസഭയിൽ നിന്ന് പോലും ഉണ്ടാകുന്നു. ബഹുമാന്യനായ കേരളത്തിൻ്റെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് ആ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. അദ്ദേഹം അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് രാജിവെക്കുന്നു. അപ്പോൾ ഇതൊരു വലിയ വിഷയമായി ഈ രാജ്യത്തേക്ക് വരുന്ന സമയത്ത് ഇതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി എന്താണ് ആ സർക്കാർ കൈക്കൊണ്ടത്, രാജീവ് ഗാന്ധി സർക്കാർ കൈക്കൊണ്ടത് എന്ന് നോക്കൂ. നിയമപരമായ പ്രക്രിയയിലൂടെ പൂർത്തിയാക്കേണ്ട ഒരു വിഷയം ഏകപക്ഷീയമായി എന്ത് ചെയ്യുന്നു, ഒരു പൊളിറ്റിക്കൽ മോട്ടീവോടുകൂടി ഈ പറയുന്ന ഫൈസാബാദ് ജില്ലാ കളക്ടറോട് ക്ഷേത്രം തുറന്നു കൊടുക്കാൻ, ക്ഷേത്രത്തിൻ്റെ ഗേറ്റുകൾ തുറന്നു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. ഈ പറയുന്ന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ആവശ്യം വരുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആവശ്യം വരുന്നു. നോക്കൂ, നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യവും അതുപോലെ രാജ്യത്തിൻ്റെ വിവിധ മതങ്ങളെ പ്രതിനിധീകരിക്കുന്ന നേതാക്കളും എത്രത്തോളം പക്വമതികളായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നിങ്ങൾ 1986 കാലഘട്ടം നോക്കിയാൽ മതി. ഈ കോൺഗ്രസിൻ്റെ ഈ ചതി മനസ്സിലാക്കിയ ഹിന്ദു വിഭാഗത്തിലുള്ള ആത്മീയാചാര്യന്മാരും മതപണ്ഡിതരും അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലുള്ള ആത്മീയാചാര്യന്മാരും മതപണ്ഡിതരും വളരെ പക്വതയോടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യും. അതിൽ വളരെ അമിതാവേശമോ അല്ലെങ്കിൽ അമിതമായ സന്തോഷമോ ഒന്നും അതിൽ രണ്ടു കൂട്ടരും പ്രകടിപ്പിച്ചിട്ടില്ല. അവരത് വളരെ കൃത്യമായി അവർക്ക് മനസ്സിലായി ഇതൊരു പൊളിറ്റിക്കൽ ടൂളായിട്ട് തങ്ങളെ ഉപയോഗിക്കുന്നു, കോൺഗ്രസ് ഉപയോഗിക്കുന്നു എന്നവർക്ക് മനസ്സിലായി. ആ രീതിയിൽ അവരതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. നോക്കൂ, ഈ വിഷയത്തിലേക്ക്, അയോധ്യ രാമജന്മഭൂമി വിഷയത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായി ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് എന്നത് 1984 ജൂൺ മാസത്തിൽ 9 മുതൽ 11 തീയതി വരെ നടന്ന ഞങ്ങളുടെ പാലംപൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്, ഹിമാചൽ പ്രദേശിൽ വെച്ച് നടന്ന പാലംപൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ആ സമ്മേളനത്തിൽ ഞങ്ങൾ ആദ്യമായി, ഭാരതീയ ജനതാ പാർട്ടി ആദ്യമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രമേയം, ഒരു പൊളിറ്റിക്കൽ പ്രമേയം, രാഷ്ട്രീയ പ്രമേയം ഞങ്ങൾ പാസ്സാക്കുന്നു. ആ പ്രമേയത്തിൻ്റെ ഒരു ജിസ്റ്റ് ഇപ്രകാരമാണ്: രാമൻ ദേശീയതയുടെ പ്രതീകവും മര്യാദാ പുരുഷോത്തമനുമാണ്. ക്ഷേത്രം പണിയേണ്ടത് ഓരോ രാജ്യസ്നേഹികളുടെയും കടമയാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രം പണിയാൻ ഭാരതീയ ജനതാ പാർട്ടി പൂർണ്ണ പിന്തുണ നൽകുന്നു. ഇതാണ് ആ പ്രമേയത്തിൻ്റെ ജിസ്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രമേയം പാസ്സാക്കിയതിന് ശേഷം
പത്രക്കാരെ അഭിമുഖീകരിച്ചത് യശസ്വരീനായ ഡോക്ടർ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. ഇന്ത്യയുടെ പൂർവ്വ പ്രധാനമന്ത്രിയായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കാലത്തെയും ഏറ്റവും തലപ്പൊക്കമുള്ള നേതാക്കളിൽ ഒരാളായ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പത്രക്കാരെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടിതാണ്, ഞങ്ങൾ തരാതരം ഈ വിഷയത്തിൽ മാറിക്കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങളുടെ നിലപാട് മുന്നോട്ട് പറയുന്നു, ഇനി കോൺഗ്രസ് അവരുടെ നിലപാട് പറയട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം വയ്ക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് 1980കളിൽ കോൺഗ്രസ് എടുത്തിരുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് തരാതരം ഈ പറയുന്ന പോലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുക എന്ന് പറയുന്ന ഈ പറയുന്ന വളരെ തന്ത്രപൂർവമായ ഒരു സമീപനം എടുത്തു. BJPയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ അവർ ചെയ്തത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1989 നവംബർ 5 ലോക്സഭാ ഇലക്ഷൻ്റെ പ്രചരണം, അതായത് കോൺഗ്രസിൻ്റെ ലോക്സഭാ ഇലക്ഷൻ്റെ ഔദ്യോഗിക പ്രചരണം തുടങ്ങുന്നത് അയോധ്യ ക്ഷേത്രത്തിൽ നിന്നാണ്. അന്നത്തെ കോൺഗ്രസിൻ്റെ നേതാവും പ്രധാനമന്ത്രിയുമായിരുന്ന ശ്രീ നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന ഇലക്ഷൻ പ്രചാരണം അവിടെ നിന്ന് പുറപ്പെടുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് അവർ തുടങ്ങുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ എന്താ പറയുക, രണ്ട് സമൂഹങ്ങളെ ആ പ്രശ്നത്തിന് ഒരു കാരണവശാലും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകരുത് എന്ന ഒരു ലക്ഷ്യത്തിൽ അവർ ഈ രണ്ട് സമൂഹങ്ങളെയും വിഘടിപ്പിച്ച് നിർത്താനായിട്ടുള്ള ബോധപൂർവമായ ഒരു ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് ഈ പറയുന്നത് പോലെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതായി നമുക്ക് ചരിത്രരേഖകളിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ കാണാൻ സാധിക്കും. BJP സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു കേവലം രാഷ്ട്രീയ വിഷയം എന്ന രീതിയിലല്ല ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തെ കണ്ടത്. സ്വാഭാവികമായിട്ട് ഇതിൽ ഞങ്ങൾ രാഷ്ട്രീയപരമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ സമ്മേളനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു രാഷ്ട്രീയപരമായ ഒരു നിലപാട് ഇതിൽ കൈക്കൊണ്ടിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ആ നിലപാടിനോടൊപ്പമാണ്. ആ നിലപാടിൽ ഒരു തരിമ്പ് പോലും വെള്ളം ചേർക്കുകയോ ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോവുകയോ ഭാരതീയ ജനതാ പാർട്ടി ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണ്, ഇതിന് വേണ്ട ഭരണഘടനാപരമായ ഒരു റെമഡിയാണ് ഈ വിഷയത്തിൽ വേണ്ടത് എന്ന സുവ്യക്തമായ നിലപാടെടുക്കുകയും സുപ്രീം കോടതി ഈ പറയുന്ന വിഷയത്തിൽ വളരെ കൃത്യമായ ഒരു വിധി വരികയും അവിടെ ഇന്ന് ഈ പറഞ്ഞതുപോലെ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു അമ്പലം പണിതുയർത്താനും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ 22-ാം തീയതി, വരുന്ന 22-ാം തീയതി അവിടെ രാമനെ പ്രതിഷ്ഠിക്കുകയാണ്. ഇതൊരു വലിയ പോരാട്ടത്തിൻ്റെ, ഏകദേശം 5 നൂറ്റാണ്ട് നീണ്ടുനിന്ന ഒരു പോരാട്ടത്തിൻ്റെ പരിസമാപ്തിയാണ്. ഭാരതം അതിൻ്റെ സ്വത്വത്തെ വീണ്ടെടുക്കുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചയ്ക്കാണ് നാം ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഡോക്ടർ TP ശങ്കരൻകുട്ടി നായർ സാറിനോട് ചോദിക്കുകയാണ്. സാർ ഇപ്പോൾ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പറയുകയുണ്ടായി. ഈ പ്രാണപ്രതിഷ്ഠ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ദർശനം, അതിൻ്റെ ഒരു ദാർശനിക ഗരിമ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? പ്രാണപ്രതിഷ്ഠ ഇതിൻ്റെ ഒരു ദർശനത്തെക്കുറിച്ചും ഒരു ദാർശനിക ഗരിമയെക്കുറിച്ചും ഒന്ന് പറയാമോ സാർ? അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ റെഫർമേഷനെ തുടർന്ന് മാർട്ടിൻ ലൂതറിൻ്റെയും സ്വിംഗ്ലിയുടെയും ഒക്കെ ശ്രമഫലമായി പടുത്തുയർത്തിയ വലിയ സ്മാരകങ്ങൾ ഇന്നും കാണാം. കാൻറ്റർബറി ആർച്ച് ബിഷപ്പിൻ്റെ പള്ളിയുമൊക്കെ നമുക്കതിനുള്ള മകുടോദാഹരണങ്ങളാണ്. മറ്റ് ഇസ്ലാമിക് വേൾഡിൽ ഇതുപോലെയുള്ള പടുകൂറ്റൻ മുസ്ലിം പള്ളികൾ പടുത്തുയർത്തിയതിന് നമുക്ക് തെളിവുകൾ കാണാം. കൊച്ചു കേരളത്തിൽ പോലും, നമ്മുടെ കൊടുങ്ങല്ലൂരിൽ പോലും പണ്ട് ചെറിയൊരു ജമാ മസ്ജിദ് ഉണ്ടായിരുന്നത് വലുതായെന്ന് പറഞ്ഞാൽ വളരെ വലുതായി അതിനെ പഴയ അതിപ്രാചീന കാലത്തെ പള്ളിയായിട്ട് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം തന്നെ അതിനെ നാമകരണം ചെയ്തതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭാരതത്തിൽ ഉള്ള ദേവീദേവന്മാരെ ആരാധിക്കുന്നതിന് അവരെ ബിംബമാക്കിക്കൊണ്ടുള്ള പ്രയാണം തുടരുന്നത് ഭാരതീയൻ്റെ ധർമ്മമാണ്. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം 17 പ്രാവശ്യം മുഹമ്മദ് ഗസ്നി ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കിയ സോമനാഥൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചതും ആ ക്ഷേത്രം പുതുക്കിപ്പണിതതും. അവിടെ പല പ്രാവശ്യം എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ ലോക്കൽ ഹിസ്റ്ററിയിൽ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ, ഗുജറാത്തികൾ പറയും,
സോമനാഥൻ്റെ വിഗ്രഹം, സ്വർണത്തിലുള്ള വിഗ്രഹം ഓരോ തവണയും പുതിയത് കൊണ്ടുവരുമ്പോൾ അടുത്ത വർഷം ആക്രമണം നടത്തുന്ന ഗസ്നി അത് തട്ടിക്കൊണ്ടുപോയി. ഇത് 1ഉം 2ഉം പ്രാവശ്യമല്ല, 17 പ്രാവശ്യമാണ് സോമനാഥൻ്റെ വിഗ്രഹം തട്ടിക്കൊണ്ടുപോയത്. അത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഒരുപക്ഷെ പുതുക്കി പണിത് സ്ഥായിയായി നിലനിൽക്കുന്നത്. വൃന്ദാവനിൽ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രമുണ്ടെങ്കിലും ശരിക്കുള്ള ശ്രീകൃഷ്ണ ജന്മസ്ഥാനം ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതേ ഉള്ളൂ. അയോധ്യ ബുദ്ധൻ്റെ കേന്ദ്രമാണെന്ന ബുദ്ധ സാഹിത്യവും ജൈനന്മാരുടെ പ്രധാന കേന്ദ്രമെന്ന ജൈന സാഹിത്യവും ഒക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഹിന്ദു സമുദായ വിഭാഗക്കാർ പലപ്പോഴായിട്ട് ഞങ്ങളുടെ മര്യാദാ പുരുഷോത്തമൻ്റെ ആസ്ഥാനവും മറ്റൊന്നല്ല സരയൂ തീരത്തുള്ള ഈ അയോധ്യയിൽ തന്നെയാണെന്ന് പറയുന്നത്. ജൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും അധപ്പതനത്തെ തുടർന്നാണ് രാമജന്മഭൂമി പ്രധാനമായും ഒരു ഹൈന്ദവ ഹൈന്ദവ ദേവൻ്റെ ആസ്ഥാനമായി മാറുന്നത് മനുഷ്യരുടെ മനസ്സിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രദേശത്ത് ജൈനമതവും ബുദ്ധമതത്തിന് ശേഷം ഹൈന്ദവ ശ്രീരാമൻ കുടിയേറിപ്പാർക്കുകയാണ് എന്ന് ഇപ്പോൾ പറയാമെങ്കിലും ശരിക്കും പുരാണങ്ങൾ നോക്കിയാൽ, പ്രധാന പുരാണങ്ങളും മഹാപുരാണങ്ങളും ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അയോധ്യ എന്ന ഈ പ്രദേശത്ത് തന്നെയാണ് ശ്രീരാമൻ്റെ ജനനമെന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രദേശത്ത് നമ്മുടെ ഒരു ക്ഷേത്രം ഇപ്പോൾ പടുത്തുയർത്തിയത് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ അവിടുത്തെ ഹിന്ദു സമൂഹത്തിന് വളരെ ആവേശം പകരുന്ന ഒന്നാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അയോധ്യയിൽ പലപ്പോഴായിട്ട് എനിക്ക് പോകുന്നതിന് പഴയ കാലത്ത് സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ശ്രീരാമൻ്റെ ക്ഷേത്രത്തിൽ പോകുന്നതിന് നമ്മൾ ബാഗൊന്നും കൊണ്ടുപോയിക്കൂടാന്നല്ല, നമ്മുടെ പേന പോലും കൊണ്ടുപോകാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു വളരെ മിലിറ്ററി റഷീമാണ് അവിടെ നടന്നത്. അത് മാറ്റിമറിച്ചിട്ടാണിപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനും പൂജ ചെയ്യാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിൽ എൻ്റെ സ്വന്തം നിലയിൽ ഞാൻ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തന്നെയാണ് കടപ്പെട്ടിരിക്കുന്നത്. കാരണം വേറെ ഒരു പ്രധാനമന്ത്രിയും സ്വതന്ത്ര ഭാരതത്തിൽ അല്ലെ ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ ഇത്രയും ധൈര്യത്തോടെ അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. കൊണ്ടുപോകാൻ കാരണം അദ്ദേഹത്തിന് അടിസ്ഥാനപരമായി സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റ് കൂടി വന്നപ്പോൾ അതിനെ ഒട്ടും അവഗണിക്കേണ്ടതില്ല. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻ്റാണ് പ്രധാനമന്ത്രി പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നത്. അതിൽ നമുക്ക് ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. അത് നമ്മുടെ ജനങ്ങളുടെ, ഭാരതീയരുടെ, ഭാരതത്തിലെ ഹിന്ദു സമൂഹത്തിൻ്റെ മനസാക്ഷിക്ക് അനുരൂപമായിട്ടുള്ള പ്രവൃത്തിയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ആ നിലയിൽ വേണം ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ പുനഃസൃഷ്ടിയെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഒരു കാര്യം കൂട്ടത്തിൽ പറയേണ്ടത്, ശ്രീരാമൻ അതൊരു ഹിന്ദു ദേവൻ മാത്രമല്ല. ശ്രീരാമൻ്റെ ആ ട്രഡിഷൻ ഏഷ്യയിൽ മുഴുവനുണ്ട്. നമ്മൾ കംബോഡിയയിലോ ലാവോസിലോ ഒക്കെ പോയാൽ ഇന്നും കാണാം രാമ റോഡ്, ലക്ഷ്മണ റോഡ്, സുഗ്രീവ റോഡ് എന്നൊക്കെയുള്ള പേരുകൾ. നമ്മുടെ ഭാരതത്തിൽ പോലും സുഗ്രീവ റോഡെന്നോ ലക്ഷ്മണ റോഡെന്നോ ശ്രീരാമ റോഡെന്നോ സീതാ റോഡെന്നോ പേരിടാനുള്ള ധൈര്യമുള്ള ഭാരതീയരില്ലാത്തൊരവസ്ഥയാണ്. കംബോഡിയയിൽ ഇപ്പോഴും ഞാൻ ഒരു 5-8 വർഷം മുമ്പ് പോകുമ്പോഴും ഇത് കാണുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള അത് ഒരു ശ്രീരാമ സംസ്കാരമാണ്. ആ രാമസംസ്കാരത്തിൻ്റെ പൂർത്തീകരണമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അക്ബറിൻ്റെ കാലഘട്ടത്തിലാണ് തുളസീദാസ് ജീവിച്ചിരുന്നത്. തുളസീദാസിൻ്റെ രാമായണവും കൊച്ചു കേരളത്തിലെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ രാമായണവും തമിഴ്നാട്ടിലെ കമ്പരാമായണവും ഇതിൻ്റെയൊക്കെ ആകെത്തുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ശ്രീരാമനിൽ നമ്മൾ കാണുന്ന അവസ്ഥാന്തരം. കാരണം ശ്രീരാമൻ ഒരു മതത്തിൻ്റെ പ്രതിനിധിയായിട്ട് ചിത്രീകരിക്കുന്നവരുണ്ടെങ്കിലും ശ്രീരാമൻ ശരിക്കും ഭാരതീയരുടേതാണ്. അല്ലാതെ
ഭാരതത്തിലെ ഹിന്ദുക്കളുടെ മാത്രമല്ല, ഭാരതത്തിലെ ക്രിസ്ത്യാനികളുടെയോ ജൈനിസ്റ്റുകളുടെയോ ജൂതന്മാരുടെയോ അല്ല, ഭാരതീയരുടെ മുഴുവൻ 100% ഭാരതീയരുടെ ആകത്തുകയാണ് ശ്രീരാമൻ്റെ പ്രതിബിംബം. ആ മര്യാദാ പുരുഷോത്തമനെയാണ് നമ്മളിപ്പോൾ ഇരുത്തുന്നതും ആദരിക്കുന്നതും പൂജിക്കാൻ പോകുന്നതുമൊക്കെ. അതുകൊണ്ട് ഇത് ഒരു ഹിന്ദുക്കളുടെ ഇഷ്യൂ ആയിട്ട് ചിത്രീകരിക്കുന്നത് മൗഢ്യമാണ്, മൊത്തത്തിൽ തെറ്റാണ്, അതിന് യാതൊരു യുക്തിയുമില്ല. കാരണം രാമായണ സംസ്കാരം ഏഷ്യയുടേതാണ്. ഏഷ്യയിലെ ബുദ്ധമതക്കാരുടെയും ജൈനമതക്കാരുടെയും എല്ലാ രാജ്യങ്ങളുടേതുമാണെന്നുള്ളതിന് തെളിവാണ് ആങ്കോർ വറ്റും അതുപോലെയുള്ള ബാങ്കോക്കിലെയൊക്കെ ഒരു സന്ദർശനം നടത്തിയാൽ നമുക്ക് മനസ്സിലാകും. രാമായണ കൾച്ചർ കേരളത്തിൻ്റെയോ മാത്രമല്ല, ഭാരതത്തിൻ്റെ മാത്രമല്ല, ഏഷ്യയുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ശ്രീരാമൻ്റെ ഹിന്ദുവിൻ്റെയാണ് എന്ന് പറയുന്നതും അത് കേൾക്കുന്നതും അത് അങ്ങനെ പറയുന്നത് തന്നെ അടിസ്ഥാനപരമായി തെറ്റാണെന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. ഡോക്ടർ സുഗീത മാഡത്തിനോട് ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ രാമരാജ്യ സങ്കല്പമെന്ന വലിയ ആശയത്തെ മതാത്മകതയ്ക്കും അപ്പുറം വിശാലമായ ഇത്തരത്തിലാണ് നോക്കിക്കാണുന്നത്. അതിനെക്കുറിച്ചൊന്ന് പറയാം. രാമരാജ്യം എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഗാന്ധിജിയും രാമരാജ്യത്തെയാണ് മുന്നോട്ട് വെച്ചത്. അതുപോലെ ഈ ഗ്രാമങ്ങളുടെ വികസനത്തെ ഉദ്ദേശിച്ചു വരുന്ന എല്ലാ ചിന്തകരും രാമരാജ്യത്തെ എപ്പോഴും മുറുകെ പിടിക്കുന്നുണ്ട്. എന്താണ് ഈ രാമരാജ്യം? അതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രാമരാജ്യത്തിന് ഇന്ന് ഇക്കാലത്ത് ഈ ആധുനിക ലോകത്ത് പ്രസക്തി ഉണ്ടോ? ധാരാളം പറഞ്ഞുപോയ ഒരു കോൺസെപ്റ്റ് അല്ലേ എന്നൊക്കെ ചോദ്യം വന്നേക്കാം. പക്ഷേ എങ്കിലും നടരാജഗുരു തൻ്റെ ഒരു കൃതിയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, രാമരാജ്യം വരേണ്ടത് ആവശ്യമാണ്. എന്താണ് രാമരാജ്യം? സമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യമാണ് പ്രധാനമായും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സമത്വം നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഈ സമത്വം പുലരുന്ന ഒരു രാജ്യത്ത് എല്ലാ ജനതയ്ക്കും തുല്യസ്ഥാനവും തുല്യനീതിയും തുല്യക്ഷേമവും ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു രാജ്യമാണ് രാമരാജ്യം. ഇപ്പം രാമൻ്റെ കഥ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം വളരെ പ്രാധാന്യം കൊടുത്തത് എന്താണ്, ധർമ്മത്തിനും ജനക്ഷേമത്തിനും തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ രാമരാജ്യം വരേണ്ടത് ആവശ്യകതയാണെന്ന് നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ ഈ രാമനെ ഇവിടെ പുനഃപ്രതിഷ്ഠ നടത്തുന്നതോടൊപ്പം ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഒരു ഉത്തരവാദിത്വം കൂടി അതോടൊപ്പം ചേർന്ന് വരികയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം രാമനെ കൊണ്ടുവരുന്നതോടൊപ്പം ഒരു രാമരാജ്യവും ഇവിടെ ഉണ്ടാകണം എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം കൂടെ ഭരണാധികാരികളിൽ ഇതോടൊപ്പം ഉണ്ട് എന്ന് സൂചിപ്പിക്കാനും കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ശ്രീ ജയരാജ് കൈമൾ സാറിനോട് ചോദിക്കുകയാണ്, ഈ നമ്മുടെ ഒരു ആർഷഭാരത സംസ്കാരത്തെയും ഈ പ്രാണപ്രതിഷ്ഠാ ദിനത്തെയും ചേർത്ത് ഒന്ന് സംസാരിക്കാമോ സാർ? നോക്കൂ, ബഹുമാന്യനായ ശങ്കരക്കുട്ടി സാറ് പറഞ്ഞതുപോലെ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന സോമനാഥ പ്രതിഷ്ഠയായിക്കോട്ടെ, അല്ലെങ്കിൽ ആ ക്ഷേത്രം സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതായിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്കൃതിയെ വീണ്ടെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കാലത്ത് അല്ലെങ്കിൽ ഈ കാലങ്ങളിൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾക്ക് കൈമോശം വന്നുപോയ കാര്യങ്ങളെ നമ്മൾ ഒരു ജനത അതിൻ്റെ സ്വത്തം വീണ്ടെടുക്കുന്നു, അതിനെ നെഞ്ചോട് ചേർക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണമാണ് സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠയും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമൊക്കെ അതിൻ്റെ ഒരു ഉദാഹരണമായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങ് ചോദിച്ചതുപോലെ
നോക്കൂ, ഈ രാജ്യം അല്ലെങ്കിൽ ഈ ദേശം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ദേശം എന്ന് പറയുന്നത് കേവലം 1947 രൂപം കൊണ്ടതാണ് എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ അത്തരത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമോ അല്ല ഞങ്ങളുടേത്. നോക്കൂ, ഇതിനൊരു വലിയ പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യം എന്ന് പറയുന്നത് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൃത്യമായി ഒരു ആർഷഭാരത പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ട്, അപ്പോൾ ടീച്ചർ ഇവിടെ സൂചിപ്പിക്കേണ്ട രാമരാജ്യം വരണം. എന്തുകൊണ്ടാണ് ഗാന്ധിജി, ശ്രീ മഹാത്മാഗാന്ധി പോലും രാമരാജ്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വച്ചത്? അപ്പോൾ ഈ സംസ്കൃതിയുടെ, ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അതിൻ്റെ ചരിത്രത്തിലേക്ക് നിങ്ങൾ കണ്ണോടിക്കുന്ന സമയത്ത് വളരെ കൃത്യമായി ഇവിടെ ഒരു മറ്റ് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് വ്യവസ്ഥകൾക്ക് ഉദാഹരിക്കാൻ കഴിയത്തക്ക വിധം ഒരു ഭരണക്രമം നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ രാമരാജ്യ സങ്കല്പം. എല്ലാവരെയും തുല്യരായി കാണുക, എല്ലാവരിലേക്കും വികസനം എത്തിക്കുക. നോക്കൂ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏതൊരു പദ്ധതികളും, ഇന്ന് നമ്മൾ കാണുന്ന ഏതൊരു ജനക്ഷേമ പദ്ധതിയും നിങ്ങൾ എടുത്തു നോക്കൂ, അത് വളരെ കൃത്യമായി തന്നെ ഒരു വ്യക്തിയുടെ ജാതിക്കോ മതത്തിനോ അവൻ്റെ വർണ്ണത്തിനോ വർഗത്തിനോ ഒക്കെ അതീതമായി അവൻ അതിനർഹനാണ് എങ്കിൽ കൃത്യമായി അവനിലേക്ക് ആ വികസനം എത്തിക്കുക എന്നത് തന്നെയാണ്. ഇത് തന്നെയാണ് ഗാന്ധിജി സ്വപ്നം കണ്ട രാമരാജ്യവും. എല്ലാവരെയും തുല്യരായി കാണുക, എല്ലാവരിലേക്കും വികസനം എത്തുക, അവസാനത്തെ വരിയിലെ അവസാന ആൾക്കും വികസനം എന്ന് പറയുന്ന സംഭവം പ്രാപ്യമാകുക, അവനും ഓരോ കാര്യം കിട്ടുക എന്നുള്ളത്. ആ ഒരു സങ്കല്പത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ നയിക്കാൻ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ഇന്നത്തെ ഭരണക്രമത്തിന് അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ആരാധ്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് സെൻസ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ പൈതൃകത്തെ നമ്മളല്ലാതെ മറ്റാരാണ് വീണ്ടെടുക്കാൻ വരുന്നത്? അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരത്തെ വീണ്ടെടുക്കേണ്ടത്, നമ്മുടെ സംസ്കാരത്തെ തിരിച്ചു പിടിക്കേണ്ടത് അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിനിപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ഇവിടെ ഈ പറയുന്നത് പോലെ നമ്മുടെ പ്രാചീന സംഭവങ്ങളെ വീണ്ടെടുത്ത് തരും എന്ന് നമ്മൾ ധരിക്കുകയാണെങ്കിൽ അത് കേവലം മിഥ്യാധാരയാണ്. നോക്കൂ, നിങ്ങൾക്ക് ഈ രാമനെയും കൃഷ്ണനെയും ഒക്കെ മാറ്റി വച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ പൗരാണിക നേതാക്കളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പൗരാണിക ബിംബങ്ങളെ പൂർണ്ണമായി മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അത് കേവലം മൗഢ്യമാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ഒരു 10-60 കൊല്ലം ഭാരതത്തിൽ കണ്ടത്. നെഹ്റുവിൻ്റെ കാലത്തിലായിക്കോട്ടെ, നെഹ്റുവിനെ സംബന്ധിച്ച് ഇതൊരു പുതിയ ഇന്ത്യയാണ്, ന്യൂ ഇന്ത്യയാണ്. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എന്നൊരു ന്യൂ നേഷൻ തിയറിയിലായിരുന്നു. ഇതൊരു പുതിയ നേഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇന്ന് മുതൽ എല്ലാം പുതുതാണ്. പഴയതിനെ പൂർണ്ണമായി അദ്ദേഹം തിരസ്കരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന മനോഹരമായ പുസ്തകം എഴുതിയെങ്കിൽ പോലും ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചതിൻ്റെ 10% പോലും അദ്ദേഹത്തിൻ്റെ ഭരണക്രമത്തിൽ, അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്തോ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. കാര്യം, ഒരു രാജ്യത്തിൻ്റെ പൈതൃകത്തെ വീണ്ടെടുക്കുക വഴി നിങ്ങൾ ആ രാജ്യത്തെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുകയാണ്. അവൻ്റെ സ്വത്വത്തിന് നിങ്ങൾ ഒരു പുതിയ പ്രചോദനം നൽകുകയാണ്. അപ്പോൾ പുതിയൊരു വിഹായസിലേക്ക് അവനെ പറക്കാൻ അല്ലെങ്കിൽ രാജ്യത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചരിത്രഘട്ടങ്ങളിൽ എല്ലാം തന്നെ നോക്കൂ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഓരോന്നായി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചരിത്രഘട്ടങ്ങളിലെല്ലാം തന്നെ വളരെ നിഷേധാത്മകമായ ഒരു സമീപനമാണ് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ ഇടതുപക്ഷവും കാണിച്ചത് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സോമനാഥ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനത്തിൽ രാഷ്ട്രപതിയെ ക്ഷണിച്ചപ്പോൾ രാഷ്ട്രപതി പങ്കെടുക്കരുത് എന്ന് ഔദ്യോഗികമായി നെഹ്റു കത്തെഴുതി. അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു കത്തെഴുതി. കാര്യം, അദ്ദേഹം അതിനെതിരായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു നെഹ്റു. ഇതേ അവസ്ഥ തന്നെയാണ് ഇന്നത്തെ കോൺഗ്രസിനും. അതായത് 1940-കളിൽ അല്ലെങ്കിൽ 50-കളിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിൽ നിന്ന് തുലോം വ്യത്യസ്തമല്ല ഇന്നത്തെ കോൺഗ്രസ് എന്ന് കാണിക്കുന്നത് തന്നെയാണ് രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് അതിൻ്റെ അധികാരികൾ, കോൺഗ്രസ്സിലെ ഈ പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ആയിക്കോട്ടെ, സോണിയാഗാന്ധി ആയിക്കോട്ടെ, അവരെയൊക്കെ ക്ഷണിച്ചപ്പോൾ അവരെടുത്ത സമീപനം അത് തന്നെയാണ്. ഞങ്ങൾ എന്തായാലും ഈ പ്രാണപ്രതിഷ്ഠയിലേക്കില്ല, ഇതൊരു പൊളിറ്റിക്കൽ ഇവൻ്റാണ് എന്ന് പറഞ്ഞ് അതിനെ പൂർണ്ണമായി തിരസ്കരിക്കുന്ന ഒരു സമീപനമാണ്. നോക്കൂ, ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പൈതൃകത്തെ, അതിൻ്റെ ആത്മാവിനെ ഒക്കെ തിരസ്കരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇതിനുള്ള മറുപടി
നൽകുന്നത് അത് ജനമായിരിക്കും. ജനം അത് അവരുടെ ജനായത്തിലൂടെ ആയിരിക്കും, അവരുടെ വോട്ടിലൂടെ, വിലയേറിയ വോട്ടവകാശത്തിലൂടെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇത് ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമായി നിങ്ങൾ ഒരിക്കലും കാണരുത്. നിങ്ങൾ നോക്കൂ, ലോകത്തിൻ്റെ ഇന്നത്തെ ഭരണക്രമം നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വീണ്ടെടുക്കലുകൾ ലോകത്തെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രസീലിലായിക്കോട്ടെ, ഫിലിപ്പീൻസിലായിക്കോട്ടെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള തങ്ങളുടെ സംസ്കാരത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം അവിടുത്തെ ഭരണാധികാരികൾ നടത്തുന്നുണ്ട്. നോക്കൂ, ഒരു മിഥ്യാധാരണയിലുള്ള ഒരു ന്യൂ വേൾഡ് ഓർഡർ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ലോകം സ്വപ്നം കണ്ട കാലഘട്ടത്തിൽ നിന്ന് 50കളിലും 60കളിലും 70കളിലും 80കളിലുമൊക്കെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഇടതുപക്ഷക്കാർ പറഞ്ഞതാണ് ഒരു പുതിയ നവലോകക്രമം ഇവിടെ രൂപപ്പെടുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസം മറ്റൊരു ആശയമായി ഈ ലോകത്ത് മാറുന്നു എന്നതിൽ നിന്ന് അത് ഒരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. അത് പൂർണ്ണമായി പരാജയപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ സ്വത്വത്തെ മറന്നുകൊണ്ട് നിങ്ങളുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സംസ്കാരത്തെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഇന്ന് ലോകത്ത് ഒരുവിധപ്പെട്ട എല്ലാ രാജ്യങ്ങൾക്കും മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ടാണ് അവരുടെ സ്വത്വത്തെ, തങ്ങളുടെ രാജ്യത്തെ ഐഡൻറ്റിറ്റികളെ ഉയർത്തി കാണിക്കാൻ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കൂ, ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ കഴിയുമ്പോൾ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പിൽഗ്രിം ടൂറിസം സെൻറ്റേഴ്സിലൊന്നായി അയോധ്യ മാറും എന്നുള്ളതിൽ ആർക്കും സംശയമുണ്ടാകില്ല. കാര്യം കോടാനുകോടി രാമഭക്തർ മാത്രമല്ല, നേരത്തെ സാർ വളരെ കൃത്യമായി പറഞ്ഞതുപോലെ രാമനെ ആരാധിക്കുന്നവർ മാത്രമല്ല, രാമൻ്റെ പിന്തുടർച്ചക്കാർ മാത്രമല്ല, ഏഷ്യയിലെയും ഏഷ്യയ്ക്ക് പുറത്തുമുള്ള അനേകം രാജ്യങ്ങളിലെ ജനങ്ങൾ ഇന്നും രാമനെ ഒരു മര്യാദാ പുരുഷോത്തമനായി അല്ലെങ്കിൽ ഒരു ഐഡിയലായി, ഒരു മോറൽ ഐഡിയലായി കാണുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു ക്ഷേത്രം സന്ദർശിക്കാൻ, അത്തരത്തിലുള്ള ഒരു പുണ്യസ്ഥലം സന്ദർശിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടാകും. അവരുടെ ഒരു വലിയ ഒഴുക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന അയോധ്യയിലേക്ക് വരും കാലങ്ങളിൽ കാണാൻ സാധിക്കും. ഇതൊരു പുതിയ ഇന്ത്യയാണ്. വാസ്തവത്തിൽ സ്വന്തം സ്വത്വം വീണ്ടെടുക്കുന്ന, തൻ്റെ പഴയ കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ വലിയ പാരമ്പര്യത്തെക്കുറിച്ച് നോക്കൂ, നമ്മൾ ഇന്നും മനസ്സിലാക്കേണ്ടത് ഇന്നും ലോകത്ത് നിലനിൽക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന ഏറ്റവും പ്രാചീനമായ സംസ്കാരം എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ സംസ്കൃതിയാണ്. അതിപ്പോൾ ചൈനയുടെയോ അല്ലെങ്കിൽ ഗ്രീക്ക് സംസ്കൃതിയോ ഒന്നുമല്ല, അത് ഇന്നും ഇന്ത്യയുടേത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലൊരു വീണ്ടെടുക്കലാണ് നാം ഈ പറയുന്ന അയോധ്യയിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്നത്. അതിന് നിശ്ചയമായിട്ടും അതിന് നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ എന്ന രീതിയിലും ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി എന്ന രീതിയിലും ഞങ്ങൾക്കതിൽ അതിയായ സന്തോഷവും ആത്മാഭിമാനവുമുണ്ട്, യാതൊരു സംശയവുമില്ല. കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് വച്ച പ്രധാനപ്പെട്ട ആശയങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഭരണക്രമത്തിൽ ഏറുമ്പോൾ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. നിശ്ചയമായിട്ടും അതിന് അനുഗുണമായ ഫലം ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്നുണ്ടാകും എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. സാർ, നമ്മുടെ ഈ ഷോ ഏകദേശം വൈൻഡപ്പിലേക്ക് കടക്കുകയാണ്. ഡോക്ടർ ടി.പി. ശങ്കരൻകുട്ടി നായർ സാറിനോട് ചോദിക്കുകയാണ്, ഈ ഒരു പ്രാണപ്രതിഷ്ഠാ ദിനത്തെ ഇന്ത്യയുടെ ഒരു ആധ്യാത്മിക തലവുമായിട്ട് ചേർത്ത് അങ്ങനെയാണ് വായിക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന് ലഘുവായിട്ട് പറയാമോ? ആധ്യാത്മികതയും മതവും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അയോധ്യയുടെ ചരിത്രത്തിൽ സുപ്രധാനമായ പങ്ക് വഹിച്ച 2 കേരളീയരെ വിസ്മരിക്കുവാൻ എന്നെപ്പോലെ ഒരാൾക്ക് സാധ്യമല്ല. അതിലൊന്ന് കെ നായർ എന്ന ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ്. മതകാര്യങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ അധികാരികളോ ഇടപെടേണ്ട എന്ന ഓൾ ഇന്ത്യ പോളിസിക്ക് വിരുദ്ധമായി നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന് ആ ക്ഷേത്രം നിലനിർത്തേണ്ടത് എൻ്റെ കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായിരുന്ന കെ നായർ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിച്ചത്. ഈ ആലപ്പുഴക്കാരൻ്റെ ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് രാമക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ നിലനിർത്താനുള്ള സാഹചര്യം ഒരുങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ പ്രധാന കാര്യം,
കോഴിക്കോടുകാരനായ പത്മശ്രീ KK മുഹമ്മദിൻ്റേതാണ്. പല ചരിത്രകാരന്മാരും പല ലേഖനങ്ങളിലുമൊക്കെ എഴുതിയുണ്ടായി KK മുഹമ്മദിനെ പോലെയുള്ള ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ഇത്തരം കാര്യത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല എന്ന്. വാസ്തവത്തിൽ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിൻ്റെ എക്സ്ട്രാക്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. BV ലാൽ എന്ന മുൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറും സുപ്രീം കോടതി നിയമിച്ച കമ്മിറ്റിയുടെ ചെയർമാനുമായ BV ലാൽ എൻ്റെ സഹായി KK മുഹമ്മദിൻ്റെ ഇന്ന സഹായങ്ങൾ കൊണ്ടാണ് എനിക്ക് പൂർണ്ണമായും ഇങ്ങനൊരു ജഡ്ജ്മെൻറ്റിൽ എത്തിച്ചേരാൻ പറ്റിയതെന്ന് പറയുന്നുണ്ട്. ഇങ്ങനൊരു ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പള്ളിയുടെ സ്ഥാനത്ത് ക്ഷേത്രം പണിതതായും അതിൻ്റെ ഗോപുരങ്ങളുടെ അവശിഷ്ടമൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ടെന്നും ഒക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് KK മുഹമ്മദാണ്. അത് BV ലാൽ തൻ്റെ റിപ്പോർട്ടിൽ ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട്. എന്നിട്ടും കേരളത്തിലെയും കേരളത്തിന് വെളിയിലുമുള്ള ചരിത്ര ഗവേഷകരോ ചരിത്രകാരന്മാരോ ഒക്കെ മുഹമ്മദ് ഒന്നും ചെയ്തിട്ടില്ല എന്നും KK നായരൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ കേരളത്തോടുള്ള അവഗണനയുടെ ആ അളവ് എത്രമാത്രമാണെന്ന് എനിക്ക് സംശയം തോന്നുന്നു. കാരണം KK നായർ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത് മറ്റ് ഡിസ്ട്രോയിഡ് ടെമ്പിൾസിൻ്റെ കൂട്ടത്തിൽ ഇതും അങ്ങ് അകപ്പെട്ടു പോകുമായിരുന്നു. ശ്രീരാമന് ഒരു ക്ഷേത്രം പണിയുക എന്നുള്ള ആത്യന്തിക ലക്ഷ്യം ഇന്ന് പൂർത്തീകരിക്കുമ്പോൾ പൂണിയുമ്പോൾ അതിന് കാരണക്കാരനായ KK നായരെ വിസ്മരിക്കുക ഒരു മലയാളിക്കും ഒരു ഭാരതീയനും സാധ്യമായ കാര്യമല്ല. പിന്നെ ആധ്യാത്മിക കാര്യത്തേക്ക് നമ്മൾ വരുമ്പോഴേ മതവും ആധ്യാത്മികതയും കൂട്ടിക്കുഴയ്ക്കാൻ സാധ്യമല്ല. ചരിത്രവും വേറൊരു ഇതാണ്. അപ്പോൾ മിത്തോളജിയും ചരിത്രവും ആധ്യാത്മികതയും എല്ലാം കൂടി കൂട്ടിക്കുഴച്ചുള്ളൊരു അവിയൽ പരുവം ശരിയായ നടപടിയല്ല. മിത്തോളജി ഒന്ന്, മതം മറ്റൊന്ന്, ആധ്യാത്മികത മറ്റൊന്ന്. ആധ്യാത്മികത നമ്മുടെ തന്നെ സ്വന്തം ഉന്നമനത്തിനും നമ്മുടെ തന്നെ സ്വന്തമായ ഉയർച്ചയ്ക്കുമാണ് ഹേതുവാകുന്നത്. മതം നമ്മളെ നേർവഴിക്ക് നയിക്കുന്നതിനാണ് ഉതകുന്നത്. എന്നാൽ മിത്തോളജി ചരിത്രവും പുരാണ ഇതിഹാസങ്ങളോട് മിശ്രമായി കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഭാരതത്തിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ കലിയുഗം 3102 നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്നത്. കലിയുഗം ആരംഭിച്ചത് 3102 ആണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉണ്ടെങ്കിലും അതിന് തെളിവില്ല, ആർക്കിയോളജിക്കൽ തെളിവില്ല. അത് ഏകദേശം കൊച്ചു കേരളത്തിൻ്റെ പരശുരാമ ലെജൻഡ് പോലെയാണ് കിടക്കുന്നത്. മറിച്ച് 1-ാം നൂറ്റാണ്ട് മുതലുള്ള എല്ലാത്തിനും നമ്മുടെ കയ്യിൽ സാഹചര്യ തെളിവുകൾ മാത്രമല്ല പുരാവസ്തുപരമായ തെളിവുകളുമുണ്ട്. അപ്പോൾ ആധ്യാത്മികതയും ഈ സോക്കോൾഡ് മിത്തോളജിയും സ്പിരിച്വാലിറ്റിയും എല്ലാം കൂടി സമ്മിശ്രണമായിട്ടാണ് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ കിടക്കുന്നത്. അത് വേർതിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ പോലും അതിനെ ആ ആധ്യാത്മികത നമ്മുടെ മാനസികമായ മുന്നേറ്റത്തിന് പരിവേഷത്തിന് ഹേതുവാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ആധ്യാത്മികത ഒന്നുകൊണ്ട് മാത്രമാണ് ലോകത്തുള്ള പല ധനാഢ്യന്മാരും അമൃതാനന്ദമയി ആശ്രമത്തിലും വൃന്ദാവനിലും ശ്രുതി സായിബാബ ആശ്രമത്തിലുമൊക്കെ വന്നുകൂടുന്നത്. അവർക്ക് വേണ്ടത് ഇന്ത്യയുടെ ആധ്യാത്മികതയാണ്. ആ ആധ്യാത്മികത വഴി മാത്രമാണ് അവർക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പോലും സാധിക്കുന്നതെന്നാണ് അവർ പലരുമായിട്ട് പല ഇൻ്റർവ്യൂകളിൽ എനിക്ക് ബോധ്യമായിട്ടുള്ളത്. ഈ അമൃതാനന്ദമയി ആശ്രമത്തിലും വൃന്ദാവനിലും ഒക്കെ നമ്മൾ കാണുന്ന കീറിപ്പറഞ്ഞ ഡ്രസ്സ് ഇട്ട് നടക്കുന്നവരൊന്നും പാപ്പരൊന്നുമല്ല. അവർ കോടിക്കണക്കിന് ആസ്തിയുള്ളവരാണ്. പക്ഷെ അവർ ഇന്ത്യയിൽ വന്നത് അവർക്ക് സമാധാനം വേണം, മനസ്സിന് സമാധാനം വേണം. അവരുടെ കുടുംബ വ്യവസ്ഥയൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അതിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയാണ് അവർ കേരളത്തിലും ഇന്ത്യയിലൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ കൂടുതൽ യൂറോപ്യൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമൃതാനന്ദമയിക്ക് ഇന്ത്യക്ക് വെളിയിൽ ഇത്രയും വലിയ സ്വീകരണം കിട്ടുന്നത്. ആ ആധ്യാത്മിക പരിവേഷം കൊണ്ടാണ് നമുക്ക് ആത്മസംതൃപ്തി ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ മതത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും ആധ്യാത്മികത നമുക്ക് സ്വസ്ഥത, മനസ്സിന് സ്വസ്ഥത നൽകുന്നു. അതാണ് ഏറ്റവും വലിയ ലെസൺ, ഏറ്റവും വലിയ ഭാഗ്യം ഭാരതീയരുടേത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും സാർ, സുഗീത മാഡത്തിനോട് ചോദിക്കുകയാണ്. മാഡം, നമുക്കിനി സമയം വളരെ പരിമിതമാണ്.
നമ്മുടെ ഒരു മൂല്യാധിഷ്ഠിത സംസ്കാരത്തെയും ഈ പ്രാണപ്രതിഷ്ഠയും ചേർത്തെന്ന് പറയാമോ മാഡം? തീർച്ചയായും നമ്മൾ ആ അർത്ഥത്തിൽ തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ഇവിടെ ശങ്കരൻകുട്ടി സാർ സൂചിപ്പിച്ചതുപോലെ മതവും ആധ്യാത്മികതയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാവോ എന്നൊരു ആശങ്കയുണ്ട്. പക്ഷേ മതത്തിൻ്റെ എല്ലാ മതങ്ങളുടെയും അതിൻ്റെ സോഴ്സിലേക്ക് എവിടെ നിന്നാണ് ഈ മതങ്ങൾ ഉണ്ടായത്, അല്ലെങ്കിൽ മതങ്ങൾ, സാറ് തന്നെ ഇവിടെ സൂചിപ്പിച്ചു, മതങ്ങൾ മനസ്സിന് സമാധാനം തരുന്നു എന്നുള്ളത്. അത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചായാലും അത് ശരിയാണ്. മനസ്സിന് സമാധാനം തരുന്നു. ഈ മനസ്സിൻ്റെ സോഴ്സ് ഏതാണ്? ആ സോഴ്സിനെ അന്വേഷിച്ചെത്തുമ്പോൾ നമ്മൾ ആധ്യാത്മികതയിലെത്തിയെന്ന് പറയാം. എല്ലാ മതവിഭാഗങ്ങളും മനസ്സിനുള്ള സമാധാനമാണ് നൽകുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം തൃപ്തനാകുന്നില്ല, മനുഷ്യന് വേണ്ടത് അവൻ്റെ സോഴ്സിലേക്കുള്ള ഒരു അന്വേഷണമാണ്. അവിടെയാണ് അവന് സമാധാനം ഉണ്ടാവുക. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാലും രാമൻ്റെയും അതുപോലെ കൃഷ്ണൻ്റെയും ഒക്കെ കഥ പറയുന്ന രാമായണമായാലും ശരി, ഭഗവത്ഗീത ആയാലും ശരി, അതിനെയൊക്കെ നമ്മൾ സമീപിക്കുമ്പോൾ ആത്യന്തികമായി അതിൽ പറയുന്നത് ആധ്യാത്മികമായ രഹസ്യം തന്നെയാണ്. ആ ആധ്യാത്മികമായ അറിവാണ് ഭാരതത്തിൻ്റെ കരുത്ത്. ആ അറിവാണ് ഓരോ വ്യക്തിയെയും സമാധാനമുള്ളവനാക്കി തീർക്കുന്നത്. ആ ഭാരതത്തിൻ്റെ കരുത്ത് ഒരു വൈദേശിക ആക്രമണത്തിന് മുമ്പ് നമ്മൾക്കിവിടെ ഉണ്ടായിരുന്ന ഒരു സംസ്കാരം, ആ സംസ്കാരത്തിൻ്റെ വീണ്ടെടുപ്പാണ് വാസ്തവത്തിൽ നമ്മൾ ഇതിലൂടെ കാണുന്നത്. ഇതിനെ മതപരമായ ഒരു വ്യവഹാരമായി കാണാതെ ഒരു സാംസ്കാരികമായ ഒരു വീണ്ടെടുപ്പായിട്ട് വേണം നമ്മൾ കാണേണ്ടത്. കാരണം കൂടുതൽ ചർച്ചകൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. കാരണം സുപ്രീം കോർട്ട് തന്നെ അതിനൊരു വിധി, ഒരു അന്തിമ വിധി പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല. തീർച്ചയായിട്ടും. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇനി മതത്തെക്കുറിച്ചാണ്, ഇത് മതമാണ്, മറ്റു വിഭാഗങ്ങൾ, മറ്റു മതത്തിൽ വിശ്വസിക്കുന്നവർ രാമനെ ദൈവമായി കരുതുന്നില്ല, അല്ലെങ്കിൽ രാമനെ ആരാധിക്കുന്നില്ല എന്നാണ് വാദമെങ്കിൽ അവിടെയും നമ്മൾ ഒരു നാരായണ ഗുരുവിൻ്റെ ദർശനത്തിലേക്ക് തന്നെ പോകേണ്ടി വരും. പലമത സാരവും ഏകം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ യുക്തിചിന്തയില്ല, വിശ്വാസത്തിൽ ചോദ്യവുമില്ല. അപ്പോൾ ഈ കഥകളെയൊക്കെ പലരും ചോദ്യം ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ വിശ്വാസം എല്ലാവരുടെയും വിശ്വാസമാണ്. ഇപ്പോൾ ഒരു ജനവിഭാഗത്തിന് മെക്ക ഒരു വികാരമാണെങ്കിൽ അതുപോലെ തന്നെ മറ്റൊരു ജനവിഭാഗത്തിന് അയോധ്യയും സോമനാഥ ക്ഷേത്രവും കാശി വിശ്വനാഥ ക്ഷേത്രവും ഒക്കെ ഒരു വികാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ തരത്തിൽ എല്ലാവരുടെയും വിശ്വാസത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് തർക്കത്തിന് സ്ഥാനമില്ല. പക്ഷേ ഇതിനെ ഒരു സാംസ്കാരികമായ ഉത്സവമായി, ഭാരത സംസ്കാരത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് തന്നെ നമ്മളിന്ന് കാണണം എന്ന് മാത്രമാണ് എൻ്റെ ഒരു അപേക്ഷ. ശ്രീ ജയരാജ് കൈമൾ സാറിനോടാണ്. സാർ, നമുക്കിനി സമയം വളരെ പരിമിതമാണ്, വളരെ ചുരുക്കി പറയുക. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഈ ദിനം എത്തരത്തിലായിരിക്കും അടയാളപ്പെടുത്തുക എന്ന് വളരെ ചുരുക്കി ലഘുവായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാം. നോക്കൂ, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിശ്വഗുരു സ്ഥാനത്തേക്ക് മുന്നേറുന്ന ഈ കാലഘട്ടത്തിൽ തീർത്തും തങ്കലിപികളാൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ദിനമായിരിക്കും ജനുവരി 22 എന്നുള്ള കാര്യത്തിൽ, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ആ ദിനം എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഭാരതത്തിലെ എല്ലാ ജനവിഭാഗങ്ങളിലും പെടുന്ന ആളുകൾക്കും ആ കാര്യത്തിൽ തെല്ലും ഒരു സംശയമുണ്ടാകില്ല. നമുക്ക് ഇതൊരു വീണ്ടെടുപ്പാണ്. നേരത്തെ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാംസ്കാരികപരമായ ഒരു വീണ്ടെടുപ്പാണ്. നമ്മൾ ലോകത്തിന് തന്നെ, രാമൻ്റെ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മൾ ലോകത്തിന് കാണിച്ച് കൊടുക്കുകയാണ്. ഇത്രയും വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് യാതൊരു അനിഷ്ട സംഭവങ്ങളും കൂടാതെ തീർത്തും ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എത്ര പെട്ടെന്ന് ഒരു ക്ഷേത്രം നമ്മളവിടെ നിർമ്മിക്കുന്നു. എല്ലാ മതത്തിൽപ്പെടുന്നവരും അല്ലെങ്കിൽ എല്ലാ വിശ്വാസത്തിൽപ്പെടുന്നവരും അതിനെ അംഗീകരിക്കുന്നു. ആ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു. നമുക്ക് ലോകം ഇന്ന് വളരെ
നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ പല ഉത്തരവും നമുക്ക് രാമനിൽ തേടാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പറയുന്ന ഉക്രൈൻ റഷ്യ യുദ്ധമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് നിൽക്കുന്ന മറ്റു പല വിഷയങ്ങളായിക്കോട്ടെ, നോക്കൂ, രാമൻ ഈ പറയുന്ന രാവണനെ ആക്രമിച്ച് ലങ്കയിൽ അധിപനായി വാഴുകയല്ലായിരുന്നു അദ്ദേഹം ചെയ്തത്. അതിൻ്റെ യഥാർത്ഥ അവകാശിക്ക് ലങ്ക കൈമാറി അദ്ദേഹത്തിൻ്റെ തിരിച്ച് അദ്ദേഹത്തിൻ്റെ നാടായ അയോധ്യയിലേക്ക് അദ്ദേഹം മടങ്ങി വരികയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക്, ഇന്ന് ലോകം നേരിടുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഉള്ള ഉത്തരം കൂടിയാണ് ഭാരതം പ്രദാനം ചെയ്യുന്ന ഈ പറയുന്ന ഒരു ആത്മീയ തലവും അതിൻ്റെ ഭാരതീയ ദർശനങ്ങളും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ചരിത്രത്തിൽ ഒരു പക്ഷേ നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ കാണാൻ സാധിച്ച, നമ്മുടെ പിൻതലമുറക്കാർക്ക് കാണാൻ സാധിക്കാതിരുന്ന ഒരു ഭാഗ്യം കൂടിയാണ് ഈ പറയുന്ന പ്രാണപ്രതിഷ്ഠാ ദിനം എന്നുള്ളത്. ഓക്കെ സർ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അയോധ്യ പ്രാണപ്രതിഷ്ഠയോട് അനുബന്ധിച്ചിട്ടുള്ള ഈ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത ഡോക്ടർ സുഗീത മേഡം, അന്തർദേശീയ ശ്രീനാരായണ ഗുരു പഠന കേന്ദ്രം മുൻ ഡയറക്ടർ, ഡോക്ടർ ടി പി ശങ്കരൻകുട്ടി നായർ, മുൻ മേധാവി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിസ്റ്ററി യൂണിവേഴ്സിറ്റി കോളേജ് ട്രിവാൻഡ്രം, ശ്രീ ജയരാജ് കൈമൾ BJP, മൂവർക്കും കൃത്യമായ നന്ദി അറിയിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും കൃത്യമായ നമസ്കാരം.